എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ ക്രിസ്മസ് എക്സാം ഇംഗ്ലീഷിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 3ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിനു മുമ്പ് 2 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചോദ്യം ഉണ്ടാവുക കോംപ്രിഹെൻഷനാണ്. അത് അതിൻ്റെ ഒരു 2 എണ്ണം നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെയ്തു. അതായത് കോംപ്രിഹെൻഷന് ഒരു പോയം അല്ലെങ്കിൽ ഒരു പാസേജ് തരും, അതിൽ തന്നെ അതിൻ്റെ ആൻസർ ഉണ്ടാവും. 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതുമായി ബന്ധപ്പെട്ട ആൻസേഴ്സ് ആ പാസേജ് വായിച്ച് മനസ്സിലാക്കി നിങ്ങൾ എഴുതാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കോംപ്രിഹെൻഷൻ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് ഏറെക്കുറെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു കോൺവെർസേഷൻ നോക്കാം. മോം, മേ ഐ ഗോ ഫോർ ദ ട്രിപ്പ്? വാട്ട് വുഡ് ബി ദ ലൈക്ലി കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ മദർ ആൻഡ് ദ ഡോട്ടർ ദർ ആഫ്റ്റർ? അപ്പോൾ ഞാൻ അമ്മയെ ട്രിപ്പിന് പോട്ടെ എന്ന് ഡോട്ടേഴ്സ് ചോദിക്കുകയാണ്. അപ്പോൾ അവർ തമ്മിലുള്ള അമ്മയോട് ചോദിക്കുകയാണ്. അപ്പോൾ അവിടെ പോസിബിളായിട്ടുള്ള കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ മദർ ആൻഡ് ഡോട്ടർ ആണ് നമ്മൾ എഴുതേണ്ടത്. ഒരു കോൺവെർസേഷൻ എഴുതുമ്പോൾ അറ്റ്ലീസ്റ്റ് 5 എക്സ്ചേഞ്ചെങ്കിലും വേണം, 5 സംഭാഷണങ്ങളും നമ്മൾ എഴുതിയിരിക്കണം. ഓക്കെ, കൂടിയാലും പ്രശ്നമില്ല, പക്ഷേ കുറഞ്ഞത് 5 എണ്ണെങ്കിലും വേണം. അപ്പോൾ ഡോട്ടേഴ്സ് ചോദിക്കുകയാണ്, മോം, ക്യാൻ ഐ ഗോ ഓൺ ദ ഹോട്ട് സ്പ്രിംഗ് ട്രിപ്പ്? എനിക്ക് ഹോട്ട് സ്പ്രിംഗ് ട്രിപ്പിന് പോകാൻ കഴിയുമോ? ക്യാൻ ഐ ഗോ ഓൺ ദ ഹോട്ട് സ്പ്രിംഗ് ട്രിപ്പ്? അപ്പോൾ മദർ പറയാണ്, യു ആർ ബിറ്റ് യങ്, ആർ ഇൻ യു? നീ ചെറുതല്ലേ, യു ആർ ബിറ്റ് യങ്, ആർ ഇൻ യു അല്ലേ? അപ്പോൾ ഡോട്ടേഴ്സ്, ബട്ട് ഓൾ മൈ ഫ്രണ്ട്സ് ആർ ഗോയിങ്, എൻ്റെ എല്ലാ ഫ്രണ്ട്സും പോകുന്നുണ്ട്. അപ്പോൾ മദർ, ഐ ട്രസ്റ്റ് യു, ഐ വിൽ സൈൻ ദ പെർമിഷൻ സ്ലിപ്പ്. ഓക്കെ, എനിക്ക് നിന്നെ വിശ്വാസമാണ്, ഞാൻ പെർമിഷൻ സ്ലിപ്പിൽ സൈൻ ചെയ്ത് തരാമെന്ന് പറയും. അപ്പോൾ ഡോക്ടർ, താങ്ക്സ് മോം, ഐ വിൽ ബി ഗുഡ്, ഇറ്റ് വിൽ ബി ഗുഡ്. ഐ ലവ് യു സ്വീറ്റി, ഐ ലവ് യു ടു മോം. സിമ്പിൾ കോൺവെർസേഷനാണ്. അപ്പോൾ നമുക്കൊന്നുകൂടി വായിച്ച് നോക്കാം. മോം, ക്യാൻ ഐ ഗോ on the hot spring trip? Mother, you are a bit young, aren't you? Daughter, but all my friends are going. Mother, okay, I trust you, I will sign the permission slip. Daughter, yay, thanks mom, I will be good. Mother, I love you sweetie. Daughter, I love you too mom. Okay, ഇനി നമുക്ക് ഒരു അപ്രിസിയേഷൻ ആണ് എഴുതേണ്ടത്. Write an appreciation of the poem Laughing Song. Okay, ലാഫിംഗ് സോങ് ഈസ് എ ഷോർട്ട് പോയം ബൈ വില്യം ബ്ലേക്ക്. അപ്പോൾ നമ്മൾ അപ്രിസിയേഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്, പോയത്തിൻ്റെ അപ്രിസിയേഷനാണ് വരിക അല്ലേ? അപ്പോൾ പോയം എഴുതിയ ആളെ പേര് നമ്മൾ ഓർത്തിരിക്കണം. അപ്പോൾ ലാഫിംഗ് സോങ് എന്ന പോയം എഴുതിയത് ആരാണ്? വില്യം ബ്ലേക്കാണ്. അപ്പോൾ നമ്മൾ അപ്രിസിയേഷൻ എഴുതുമ്പോൾ ഫസ്റ്റ് നമ്മൾ എഴുതേണ്ടത് അതാണ്. ലാഫിംഗ് സോങ് ഈസ് എ ഷോർട്ട് പോയം ബൈ വില്യം ബ്ലേക്ക്. ഇറ്റ് ഈസ് എ ജോയ്ഫുൾ മാസ്റ്റർ പീസ്. ഇറ്റ് ഓൾസോ സെലിബ്രേറ്റ്സ് ദ ബ്യൂട്ടി ഓഫ് ഇന്നസെൻസ് ആൻഡ് നേച്ചർ. അപ്പോൾ ആ പോയത്തിൻ്റെ തീം എന്താണ്? ഇറ്റ് സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ഇന്നസെൻസ് ആൻഡ് നേച്ചർ വിത്ത് വിവിഡ് ഇമേജറി ആൻഡ് പ്ലേഫുൾ ലാംഗ്വേജ്. Blake captures the carefree spirit of childhood. He invites the readers to revel in life's simple pleasures. This delightful poem is a timeless treasure that spreads happiness and warmth. It reminds us to cherish the laughter and wonder of life. The poem is full of assonance and personification which add to the beauty of the poem. The rhyming words and the rhyme scheme AABB give musical quality to the poem. ഇപ്പോൾ ഒരു അപ്രിസിയേഷൻ എന്ന് പറയുമ്പം കവിതയുടെ എല്ലാ സംഭവങ്ങളും നമ്മൾ എഴുതണം. നമ്മൾ മലയാളത്തിൽ ആസ്വാദനക്കുറിപ്പ് എഴുതുന്നതിന് സമമാണ് ഈ അപ്രിസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കവിത എഴുതിയ പോയം എഴുതിയ ആളെ പേര് എഴുതണം, അതെന്താണ് അതിൻ്റെ തീം എന്ന് എഴുതണം. കൂടാതെ ഇതേപോലെ തന്നെ നമ്മൾ പറയില്ല, ആവർത്തന ഭംഗി കൂട്ടുന്നു, അക്ഷരങ്ങൾ ആവർത്തിച്ച് വരുന്നത് ആവർത്തന ഭംഗി കൂട്ടുന്നു എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ എഴുതാറുണ്ട്. അതേപോലെ റൈമിംഗ് വേർഡ്സും റൈമിംഗ് സ്കീമും ഗീവ് മ്യൂസിക്കൽ ക്വാളിറ്റി ടു ദ പോയം എന്നൊക്കെ നമ്മൾ എഴുതണം. അതിലേറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ആ ഒരു പോയത്തിനെ മനോഹരമാക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതണം. അതാണ് അപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ലാഫിംഗ് സോങ് ഈസ് എ ഷോർട്ട് പോയം ബൈ വില്യം ബ്ലേക്ക്. ഇറ്റ് ഈസ് എ ജോയ്ഫുൾ മാസ്റ്റർ പീസ്. ഇറ്റ് സെലിബ്രേറ്റ്സ് ദ ബ്യൂട്ടി ഓഫ് ഇന്നസെൻസ് ആൻഡ് നേച്ചർ. പ്രകൃതിയുടെയും നിഷ്കളങ്കതയുടെയും മനോഹാരിത സെലിബ്രേറ്റ് ചെയ്യുന്ന, ആഘോഷിക്കുന്ന ഒരു കവിതയാണ് എന്ത്? ലാഫിംഗ് സോങ്. ഇറ്റ് ഓൾസോ സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ഇന്നസെൻസ് ആൻഡ് നേച്ചർ വിത്ത് വിവിഡ് ഇമാജിനറി ആൻഡ് പ്ലേഫുൾ ലാംഗ്വേജ്. ബ്ലേക്ക് ക്യാപ്ചേഴ്സ് ദ
carefree spirit of childhood. He invites the readers to revel in life's simple pleasures. അപ്പം ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങളെയൊക്കെ നമ്മളോട് ചെറിഷ് ചെയ്യാൻ, സെലിബ്രേറ്റ് ചെയ്യാനാണ് ഈ പോയത്തിൽ പറയുന്നത്. The delightful poem is a timeless treasure that spread happiness and warmth. It reminds us to cherish the laughter and wonder of life. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ രണ്ടെണ്ണമാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി മൂന്നാമത്തെ നമുക്ക് എന്താണ്, നമ്മൾ ഒരു ആർഗ്യുമെൻറ്റ്സും ഡിസ്ആർഗ്യുമെൻറ്റ്സും നമ്മൾ ഒരു ചാപ്റ്ററിൽ പഠിച്ചിരുന്നു അല്ലേ. ആർഗ്യുമെൻറ്റും അതേപോലെ ഡിസ്ആർഗ്യുമെൻറ്റും നമ്മൾ ഏത് ചാപ്റ്ററിലാണ് പഠിച്ചതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അങ്ങനെ ഒരു ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്തിരുന്നു. ചിലപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ചോദ്യങ്ങൾ വരാം. അപ്പോൾ നമുക്ക് നോക്കാം. ഇംഗ്ലീഷ് ക്ലബ് ഓഫ് ഗവൺമെൻറ് HSS കിലിക്കുളം കണ്ടക്റ്റഡ് എ ഡിബേറ്റ് ഇൻ ദ സ്കൂൾ ഓൺ ദ ടോപ്പിക് ഈസ് ജങ്ക് ഫുഡ് സ്യൂട്ടബിൾ ഫോർ ചിൽഡ്രൻ ഓർ നോട്ട്. ഹിയർ ആർ സം ആർഗ്യുമെൻറ്റ്സ് ആൻഡ് കൗണ്ടർ ആർഗ്യുമെൻറ്റ്സ് ബൈ സ്റ്റുഡൻസ്. ആഡ് 3 ആർഗ്യുമെൻറ്റ്സ് ഇൻ ഫേവർ ആൻഡ് അഗെയിൻസ്റ്റ് ദ ടോപ്പിക്. അപ്പോൾ ഗവൺമെൻറ് സ്കൂളിൽ ഒരു ഡിബേറ്റ് നടക്കുകയാണ്. ജങ്ക് ഫുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഇപ്പോഴത്തെ ഫാസ്റ്റ് ഫുഡ്, അത് കുട്ടികൾക്ക് നല്ലതാണോ? അപ്പോൾ അതിന് കുറേ ഹിയർ ആർ സം ആർഗ്യുമെൻറ്റ്സ് ആൻഡ് കൗണ്ടർ ആർഗ്യുമെൻറ്റ്. ചിലർ അതിനോട് യോജിക്കുന്നവരും ഉണ്ടാകാം, അതിനോട് വിയോജിക്കുന്നവരും ഉണ്ടാകാം. അപ്പോൾ അങ്ങനത്തെ 3 ആർഗ്യുമെൻറ്റ്സും എഗെയിൻസ്റ്റ് ദ ടോപ്പിക്ക് 3 ഡിസ്ആർഗ്യുമെൻറ്റും ആണ് നമ്മളോട് എഴുതാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആർഗ്യുമെൻറ്റ്സ് ഫോർ ജങ്ക് ഫുഡ്. അപ്പോൾ ജങ്ക് ഫുഡിന് ഫേവറായിട്ട് നമുക്ക് എന്തൊക്കെ എഴുതാം? ജങ്ക് ഫുഡ് ഈസ് ഈസി ടു ഗെറ്റ് ആൻഡ് ഫൺ ടു ഈറ്റ്. അത് പെട്ടെന്ന് നമുക്ക് കിട്ടും ജങ്ക് ഫുഡ് അല്ലേ. അതേപോലെ തന്നെ നമുക്ക് നല്ല രസമാണ് ഭക്ഷണം കഴിക്കാൻ അല്ലേ. സം ജങ്ക് ഫുഡ്സ് ക്യാൻ ബി ഹെൽത്തി ഇഫ് മെയ്ഡ് വിത്ത് ഗുഡ് ഇൻഗ്രീഡിയൻസ്. എല്ലാ ജങ്ക് ഫുഡ്സും ശരീരത്തിന് എന്താണ് ദോഷമല്ല, ചിലത് നല്ല ഹെൽത്തിയാണ്. അതിൽ ഹെൽത്തി ഇൻഗ്രീഡിയൻസ് ഇൻക്ലൂഡ് ചെയ്താൽ അത് ഹെൽത്തിയാണ്. ലെറ്റിംഗ് കിഡ്സ് ഹാവ് ജങ്ക് ഫുഡ് സംടൈംസ് ടീച്ചേഴ്സ് ദം അബൌട്ട് ബാലൻസ്. ഇനി ഇതിനെതിരെയുള്ള ആർഗ്യുമെൻറ്റ്സ് നമുക്ക് നോക്കാം. ജങ്ക് ഫുഡ് ഹാസ് ടു മച്ച് ഷുഗർ ആൻഡ് ബാഡ് ഫാറ്റ് മേക്കിംഗ് കിഡ്സ് അൺഹെൽത്തി ആവും. ഈറ്റിംഗ് ജങ്ക് ഫുഡ് ഓഫൺ മേക്സ് കിഡ്സ് ലാക്ക് ഇമ്പോർട്ടൻറ്റ് ന്യൂട്രിയൻസ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് കിട്ടുന്നത് തടസ്സപ്പെടുന്നത്. എപ്പോഴും തിന്നുകയാണ് ചെയ്യുക. ഈറ്റിംഗ് ജങ്ക് ഫുഡ് ഓഫൺ മിക്സ്, വല്ലപ്പോഴൊക്കെ തിന്നുന്നതിനും പ്രശ്നമില്ല. ജങ്ക് ഫുഡ് ഹാസ് ബാഡ് കെമിക്കൽസ് ദാറ്റ് ക്യാൻ ഹാം കിഡ്സ് ഹെൽത്ത്. അപ്പം ജങ്ക് ഫുഡ് എന്ന് പറയുമ്പോൾ അതിലൊരുപാട് കെമിക്കൽസൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അപ്പം ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് കുറച്ച് കെമിക്കൽസൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് കിഡ്സിൻ്റെ ഹെൽത്തിന് ഹാംഫുൾ ആകാം. ഇനി നമുക്ക് വേറൊരു ആർഗ്യുമെൻറ്റ്സ് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ടോപ്പിക് ഇതാണ്. ഷുഡ് മൊബൈൽ ഫോൺ ബി അലൗഡ് ഇൻ സ്കൂൾ? സ്കൂളിൽ മൊബൈൽ ഫോണ് അലൗ ചെയ്യാമോ? അപ്പോൾ നമുക്ക് ആർഗ്യുമെൻറ്റ്സ്, ഇത് വേറൊരു ക്വസ്റ്റ്യനാണ്. ആർഗ്യുമെൻറ്റ്സ് ഫോർ അതിനോട് യോജിച്ചുള്ള ആർഗ്യുമെൻറ്റ്സ് നമുക്ക് എന്ത് പറയാം? മൊബൈൽസ് ഹെൽപ്സ് വിത്ത് ലേണിംഗ് ആൻഡ് റിസർച്ച്. അപ്പം പഠനത്തിന് വളരെയധികം സഹായിക്കുന്നുണ്ട്. സ്റ്റുഡൻസ് ക്യാൻ കോൾ പാരൻസ് ഓർ ടീച്ചേഴ്സ് ഇഫ് നീഡ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വിളിക്കാം. മൊബൈൽസ് ആർ യൂസ്ഫുൾ ഇൻ എമർജൻസീസ്. നമുക്ക് എന്തെങ്കിലും അത്യാഹിത ഘട്ടങ്ങളിലൊക്കെ നമുക്ക് ഈ മൊബൈൽ ഫോൺ വളരെ യൂസ്ഫുള്ളാണ്. ഇനി ഇതിനെതിരെയുള്ള ആർഗ്യുമെൻറ്റ്സ് നമുക്ക് നോക്കാം. മൊബൈൽസ് ഡിസ്ട്രാക്ട് സ്റ്റുഡൻസ് ഫ്രം സ്റ്റഡിയിങ്. പഠനത്തിൽ നിന്ന് അവർ പുറകോട്ട് വലിക്കുകയാണ്. സ്റ്റുഡൻസ് മൈറ്റ് ചീറ്റ് ഓർ ബുള്ളി യൂസിങ് മൊബൈൽസ്. ചിലപ്പോൾ ചതിക്കപ്പെടാം അല്ലേ. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഫേക്ക് ഐ ഡിയിൽ നിന്നൊക്കെ ഓരോരുത്തർ പരിചയപ്പെടുകയും അങ്ങനെ പല സംഭവങ്ങളും നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കുന്നതാണ്. അപ്പോൾ സ്റ്റുഡൻസുമായിട്ട് അവർ ചീറ്റ് ചെയ്യപ്പെടാം, പിന്നെ അവർ ചതിക്കപ്പെടാം. ബുള്ളി യൂസിങ് മൊബൈൽ ഫോൺസ്. ടു മച്ച് മൊബൈൽ യൂസ് ഈസ് ബാഡ് ഫോർ ഹെൽത്ത്. ഹെൽത്തിന് കേടാണ്. നമ്മൾ ഒരുപാട് നേരം മൊബൈൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തലവേദന, കണ്ണിന് പ്രശ്നം, അതൊക്കെ വരാം. ഓക്കെ, പിന്നെ മോർ ഓവർ നമ്മുടെ വിലപ്പെട്ട സമയമാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ മൊബൈൽ ഫോൺ എന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യത്തിനും ഉപകാരമാണ്, എന്നാൽ അത് കൂടുതലായാൽ അനാവശ്യവുമാണ്. ഓക്കെ, ഇനി വേറൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ഈ സോഷ്യൽ മീഡിയ അഡിക്ഷൻ എ സീരിയസ് പ്രോബ്ലം എമംഗ് യൂത്ത്. ഇപ്പോൾ സോഷ്യൽ മീഡിയ അഡിക്ഷൻ ആണല്ലോ എല്ലാവർക്കും ഉള്ളത്, അതൊരു സീരിയസ് പ്രോബ്ലം ആണോ? അപ്പോൾ അതിനുള്ള ആർഗ്യുമെൻറ്റ്സ് എന്താണ്? സോഷ്യൽ മീഡിയ ക്യാൻ ബി അഡിക്റ്റീവ് ലീഡിങ് ടു മെൻറ്റൽ health issues. Excessive social media use can affect relationship and daily life. Cyberbullying and online harassment are serious concern. Okay, in against, social media has benefits like connecting with friends and learning. Moderation is key and most youth can use social media responsibly. Social media platforms are taking steps to reduce addiction and harm. അപ്പോൾ നമുക്ക് ഇതിനെതിരായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ നമുക്ക്
അഡിക്റ്റീവാണ്. ഇതിനോട് നമ്മൾ ആർഗ്യുമെൻറ്റിനോട് നമ്മൾ ഫേവർ ചെയ്യാന്ന് വെച്ചാൽ ഇത് ശരിയാണ്, അഡിക്റ്റീവാണ്. മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് വരും. പിന്നെ നമ്മുടെ റിലേഷൻഷിപ്പിലൊക്കെ വളരെയധികം ഡെയിലി ലൈഫിലൊക്കെ വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ടാവും. ഈ സോഷ്യൽ മീഡിയ സ്ഥിരം ഉപയോഗിക്കുമ്പോൾ നമുക്ക് വേറൊരു, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളെ വീട്ടിലൊരു ഗസ്റ്റ് വരികയാണ്. അപ്പോൾ നമ്മൾ മൊബൈൽ ഫോണിൽ ഇങ്ങനെ ഗെയിം കളിക്കുകയും പാട്ട് കാണുക, യൂട്യൂബിൽ എന്തെങ്കിലും സിനിമ കാണുക, അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ വന്നവരെ പോലും നമ്മൾ മൈൻഡ് ചെയ്യില്ല. അപ്പോൾ നമ്മളത് പിന്നെ എന്താണ് വേണമെന്ന് വെച്ച് ചെയ്യുന്നതല്ല, പക്ഷെ നമ്മളത് അഡിക്റ്റ്. നമ്മൾ മൊബൈൽ ഫോണിനകത്ത് ഒരാൾ വന്നിട്ടുണ്ട്, അവരെ വിഷ് ചെയ്യണം, അവരോട് സംസാരിക്കണം എന്നത് നമ്മൾ മറന്നു പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ദാറ്റ് എഫക്റ്റ് അവർ റിലേഷൻഷിപ്പ് ആൻഡ് ഡെയിലി ലൈഫ്. പിന്നെ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആർഗ്യുമെൻറ്റ്സ് എഗെയിൻസ്റ്റ് എന്ന് പറയുകയെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്ത് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഒരുപാട് പേരുകൾ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് തന്നെ അവരുടെ പിന്നെന്താണ് ജീവിതമാർഗം കണ്ടെത്തുന്നവരുണ്ട്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലുള്ളത്. നമുക്കിനി അടുത്ത ഒരു കോൺവെർസേഷനാണ്. വെൻ ഹി സ്കോർഡ് 75 runs, Ranji was thrilled. To express his joy, he went to Mr. Kumar's shop. Write a probable conversation between Ranji and Mr. Kumar. ഓക്കെ, രഞ്ജിയും മിസ്റ്റർ കുമാറും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ. ഇതൊരു മോഡൽ ക്വസ്റ്റ്യനാണ്, നിങ്ങൾക്കുള്ളൊരു പ്രൊജക്റ്റാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കുക, ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, ഇതിൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസർ അടുത്ത വീഡിയോയിൽ നമ്മൾ പറയുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.